അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്രീ ഫയർ ഗെയിം പ്ലേ ആണ് കളിക്കുന്നത്. സോ ഫ്രീ ഫയർ ഞാൻ കളിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ മൈൻക്രാഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈൻക്രാഫ്റ്റ് എന്തോ കാരണം കൊണ്ട് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. സോ നമ്മൾ ഫ്രീ ഫയർ ആണ് കളിക്കാൻ പോകുന്നത്. ഫ്രീ ഫയറിൽ ഞാൻ ആദ്യം ചെയ്യുന്ന ക്യാരക്ടർ മാറ്റാണ്. പിന്നെ നമ്മുടെ പേര് ഊഫ് പ്രോ FF എന്നാണ്. FF മീൻസ് എല്ലാ ഫ്രീ ഫയർ ആൾക്കും അറിയാമല്ലോ, നമ്മൾ സ്വന്തം ഫ്രീ ഫയർ ആണ്. സോ ഈ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി ഗെയിം പ്ലേ ഫ്രീ ഫയറിൻ്റെ തന്നെ ഇഷ്ടം പോലെ തന്നെ വരുന്നതായിരിക്കും. അതോടൊപ്പം ഞാൻ കൂടുതലും ക്ലാഷ് കോഡാണ് കളിക്കുന്നത്. സോ ആദ്യം നമ്മൾ കയറുമ്പോൾ കുറേ അത് വന്ന് കിടക്കില്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്ത് എടുക്കുകയാണ്. അതിന് ശേഷമാണ് നേരെ കളിയിലേക്ക് ഞാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ഇഷ്ടപ്പെടുക. സോ ലൈക്ക് ചെയ്യുക ഗൈസ്. എന്നാൽ മാത്രം നമ്മൾ ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോസ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. സോ ആദ്യത്തെ തുടർച്ചയാണ്. ഞാൻ ഒരു മാസമായിട്ടുള്ളൂ എടുത്തിട്ട്. ഞാൻ 1 തൊട്ട് കളിക്കാൻ തുടങ്ങിയാണ്. പിന്നെ എന്തോ കാരണം കൊണ്ട് അത് ഡിലീറ്റ് ആയിപ്പോയി. 50ാമത്തെ ലെവലിൽ എലൈറ്റ് ഹീറോയ്ക്ക് അടിച്ചാണ്, അത് ഫുള്ള് പോയി. അവസാനം വീണ്ടും ഒരു ഗെയിം പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കളിക്കറിയാം. ഈ ഗെയിം പ്ലേ എന്താ പറയുക, കണ്ടിരിക്കുന്നതൊന്നായിരിക്കണം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഗെയിം പ്ലേയിൽ ഞാൻ അവസാനമാണ് നല്ലപോലെ കളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് കയറി വന്ന് കളിക്കാൻ എനിക്ക് ഈ ആദ്യത്തെ ഇതില്ലേ, ഈ തോക്കിൻ്റെ ഈ കളി എനിക്ക് ഇഷ്ടമില്ല ഗൈസ്. ആദ്യത്തെ ഈ കളി എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല. ഞാൻ ആദ്യം ഇവനെ അടിച്ച് നോക്കാൻ കിട്ടിയാണ്. പിന്നെ സംഭവിച്ചത് അറിയാമല്ലോ, ഞാൻ ഓപ്പോസിറ്റിൽ നിന്ന് എനിക്ക് നല്ല അടി കിട്ടി ഗൈസ്. ഓക്കെ, അപ്പം തന്നെ നോക്കായി. അവൻ്റെ ടീമേറ്റ് ഓപ്പോസിറ്റ് വന്നടിച്ച് ആദ്യത്തെ കളി തന്നെ ഫുൾ ഓഫ് പവറായിട്ട് തുലഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ കളിയെ പറ്റി പറയുകയാണെങ്കിൽ അത് സീനാണ്. ഇതേപോലെ തന്നെ തുലഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ള കളി ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിരുന്നു ഗൈസ്. ഓക്കെ, സോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മാത്രമേ എനിക്ക് പറയുള്ളൂ ഗൈസ്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യത്തെ കളിയിൽ ഇപ്പോൾ കളിക്കുന്നില്ലേ, അവൻ മാത്രം 2 കില്ല്. ഓക്കെ, ഞാൻ 0 കില്ലാണ് ഗൈസ് ആദ്യത്തെ കളിയിൽ. അവസാനം നിങ്ങൾക്ക് കാണുന്നതിനപ്പുറമായിരിക്കും അവസാനത്തെ കളി ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിയും കൂടിയായിരുന്നു. സോ ആദ്യം പൊട്ടത്തരം കാണിച്ചത് എൻ്റെ തെറ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ് പവറായി. അപ്പം എന്തായാലും നിങ്ങൾ എന്നെ കണ്ടോ അവസാനത്തെ കളിയൊക്കെ. അപ്പുറത്തെ ടീമാണെങ്കിൽ റഷ് ചെയ്യുന്ന ടീമുകളാണ്, അതുകൊണ്ട് തന്നെ നമ്മളും റഷ് ചെയ്ത് കയറാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ രണ്ടാമത്തെ കളിയിൽ കയറിയത്. എനിക്കാണെങ്കിൽ ഏതൊഴി പോകണമെന്ന് അറിയില്ല. പിന്നെ നേരെ നമ്മൾ ഇതുവഴി പോയി. ഇവിടെ നിന്നാണ് എനിക്ക് നോക്ക് കിട്ടിയത്. എന്തായാലും അടിപൊളിയായിരുന്നു 2 ഗെയിമിൽ. 1ാമത്തെ ഗെയിം പ്ലേ ആയാലും 2ാമത്തെ ഗെയിം പ്ലേ ആയാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല അടി കിട്ടുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ടെൻറ്റിൻ്റെ അപ്പുറത്തൂടെ ഒരുത്തൻ നടന്നു പോകണം. അവനെ കൊല്ലാമെന്നും പറഞ്ഞ് ഞാൻ ഈ ടെൻറ്റിൻ്റെ അപ്പുറത്തൂടെ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സോണ് വന്ന് എന്തായാലും ചാവുമെന്ന് ഉറപ്പായി. നേരെ ഓടി. അപ്പോഴത്തേക്കും അപ്പുറത്തെ ഭാഗത്ത് 2 പേരെ അടിച്ചിട്ടായിരുന്നു. അല്ല, ഒരാളെ അപ്പം അടിച്ചിട്ടുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞാൻ കണ്ടില്ല, ആ ടെൻറ്റിൻ്റെ ബാക്കിൽ നിന്ന് അവൻ കയറി വന്ന് അവൻ എന്തായാലും അടിച്ചിട്ട് സെറ്റാക്കി. എന്നിട്ട് അപ്പോഴാണെങ്കിൽ അവിടെ അവിടെ അടി. എന്തായാലും ഞാൻ അത്ര കില്ലെടുത്തില്ലായിരുന്നു. ഇതിൽ നമ്മുടെ ടീമേറ്റായിരുന്നു കില്ലെടുത്തത്. ഞാൻ 1 കില്ലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇതിൽ ഈ കളിയിൽ 2ാമത്തെ കളിയിൽ നമ്മൾ ജയിച്ചു. 1ാമത്തെ കളി നമ്മൾ തന്നെയാണ് ജയിച്ചത്, 2ാമത്തെ കളി നമ്മൾ തന്നെയാണ് ജയിച്ചത്. ഓക്കെ, അപ്പോൾ 4 കില്ല്, 2 കില്ല്, 1 കില്ല്. ഞാൻ 1 കില്ലായിരുന്നു. പിന്നെയാണ് ഗൈസ് കളി തുടങ്ങിയത്. ഇവിടെയും ഞാൻ പൊട്ടി ഗൈസ്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റത്തെ കളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളി. സോ ഇതിൽ അടിപൊളിയായിട്ട് തന്നെ തോറ്റു. എന്നുവെച്ചാൽ അത്യാവശ്യം കില്ലെടുത്തായിരുന്നു. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡും കൂടെ ഒരുമിച്ച് അടിക്കുമ്പോൾ ബ്ലൂ വാള് അത് 2 ഉള്ളൂ. ഞാനാകെ എടുത്തത് ഇതിൽ 1 ആണെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും പവറായിട്ട് തന്നെ ഇതിൽ തന്നെ അടിച്ച് കയറിയപ്പം എന്തായാലും ഒന്ന് പൊട്ടിപ്പോയി. ചെറിയ ലാഗൊക്കെ തോന്നും. പേടിക്കണ്ടെന്നല്ല, നിങ്ങൾ നോക്കണ്ട. സോ റഷ് ചെയ്ത് കയറാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കില്ല, അവനാണ് എന്നെ അവിടെ നിന്ന് അടിച്ചത്. ഞാൻ തോൽക്കാൻ കാണുന്ന അവനാണ്. ഇവിടെ നിന്ന് എനിക്ക് ഇവൻ്റെ ഒരു കുമ്മനടിച്ച് കിട്ടി. 2 ഭാഗത്തുനിന്നും അടിപൊളി അടിയായിരുന്നു.
അതുകൊണ്ടാണ് തോറ്റത്. പിന്നെ മെഡിക്കിറ്റ് അടിക്കാമെന്ന് വെച്ചാൽ അവിടെ നിന്ന് എനിക്ക് അടി കിട്ടുമെന്ന് വിചാരിച്ച് മെഡിക്കിറ്റ് അടിച്ചില്ല. നേരെ അപ്പുറത്ത് നിന്ന് അവൻ തന്നെ അങ്ങ് സെറ്റാക്കി അടിച്ച് പവറായിട്ടുണ്ട്. അങ്ങനെ ആ കളി അവരാണ് കേട്ടോ ജയിച്ചത്. ആ കളി അപ്പുറത്തെ ടീം, അവരാണെങ്കിൽ റഷ് ടീമുകളാണ്. ചിലവർ മാത്രം ഒളിച്ച് നിന്ന് കളിക്കുന്ന ആൾക്കാരാട്ടോ, റഷ് ചെയ്യാതെ ഒളിച്ച് നിന്ന് കളിക്കുന്ന ആൾക്കാരാണ്. സോ ഇവനാണ് ലാസ്റ്റ് ഉണ്ടായിരുന്ന ബിരി, അവൻ്റെ പേരാണ്. സോ ഇവനാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇവനാണെങ്കിൽ കറങ്ങി കളിക്കുന്നത്. എന്തായാലും അവൻ തോറ്റിട്ടുണ്ട്. അവനെ അടിച്ച് ഇവനെ അടിക്കാൻ നോക്കിയാണ്. സോൺ കയറി വന്ന് ജസ്റ്റ് അവനെ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ച് അവനൊന്ന് ബാക്കി അപ്പുറത്ത് നിൽക്കുകയാണല്ലോ. സോ അവിടെ നിന്ന് നമുക്ക് അടി കിട്ടുമല്ലോ എന്തായാലും. അവൻ പെട്ടെന്നുള്ളതായി അവൻ ഒട്ടാനങ്ങ് ചാവേം ചെയ്ത് കേസ്. ഓക്കെ, സോ ഇതിലും അവർക്കൊരു മാർക്ക്, 2 മാർക്കാണ് നമുക്ക് കിട്ടിയത്. സോ ഇനി വെറും 2 മാർക്ക് മതി കേട്ടോ നമുക്ക് ജയിക്കാൻ. ഇവിടെ ഈ കളി തൊട്ടാണ് ഗായ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലെവലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എത്ര കില്ലെടുത്തെന്ന് ചോദിച്ചാൽ 2 കില്ലാണെന്ന് തോന്നുന്നു. 2 കില്ലാണെന്ന് ഞാൻ എടുത്തത്. അതെ, 2 കില്ല്, 4, 3, 2 എന്നിവ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ റഷ് ചെയ്ത് കയറുമായിരുന്നു. ചില സമയത്ത് എന്താ പറയുക, നമ്മളിപ്പം നമ്മുടെ അപ്ഗ്രേഡിങ് ഉണ്ടല്ലോ ഓരോ ഗണ്ണിന്. സോ അപ്ഗ്രേഡ് ചെയ്ത് എന്തായാലും അടിച്ച് കയറാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ഒളിച്ച് കയറാമെന്ന് വിചാരിച്ചു. ഒളിച്ച് റഷ് ചെയ്യില്ലേ നമ്മൾ, അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് പോവായിരുന്നു. എന്തായാലും നമുക്ക് കറങ്ങി പോവാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ നിന്നൊരു അടി. ഞാനാണെങ്കിൽ നമ്മുടെ കുട്ടപ്പൻ്റെ ഒരു കഴിവുണ്ടല്ലോ അതങ്ങ് എടുത്തിട്ട്, അപ്പോൾ ഇവനാണ് എന്നെ അടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അവനെ തറയാക്കി അങ്ങ് നോക്കാക്കി ഇട്ടിട്ടുണ്ട്. സെറ്റ് അവനെ നോക്കാക്കി ഇട്ടപ്പം എന്തായാലും ഓപ്പോസിറ്റിൽ നിന്നൊക്കെ ആൾക്കാർ വരുമല്ലോ. ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ അവിടെ ആളുണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ നിന്ന് അടിയായി. അതാ അവനെയും കൂടെ അടിച്ച് എന്തായാലും കൊല്ലാന്ന് വിചാരിച്ചു. ഇവനെ അടിക്കണതാണ് ഗൈസ്, ജീവമരണ പോരാട്ടം എന്നാണ് ഈ പറയാൻ ഗൈസ്. അത്ര അടിപൊളിയായിരുന്നു. ഞാനാണെങ്കിൽ ഹെൽത്ത് മെഡിക്കറ്റ് ഒരു അടി അടിച്ചിട്ട് ഇവിടെ നിന്നാണ് ഹെൽത്ത് കയറ്റിയത്. അവൻ അവിടെ നിന്ന് ഹെൽത്ത് കയറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും സോൺ വരുമ്പോൾ അവൻ ഇങ്ങോട്ട് തന്നെ വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നേരെ ഇവിടെ തന്നെ ഒളിച്ചിരുന്ന് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടിക്കുകയാണ് ഗൈസ് ഇവിടെ നിന്ന്. എന്തായാലും അടിപൊളി, എന്താ പറയുക, ഇതൊരു അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം. അവിടെ നിന്ന് നല്ല റഷ് ചെയ്ത് അടിക്കുന്നു. അവനെ നോക്കാക്കി ആ ഭാഗത്ത് ആ ഗ്ലൂ വാളിൻ്റെ കണ്ട, ആ ഗ്ലൂ വാളിൻ്റെ അവിടെയാണ് മച്ചാൻ നിൽക്കുന്നത്. ഞാൻ നേരെ ഇവിടെ തീയെന്നല്ല, ഒരു കവചം പോലെ തീയിടുന്നതിന് ശേഷം ഉണ്ടല്ലോ അവൻ്റെ ആ മറക്കില്ല, അവിടേക്കാണ് ഒളിച്ചിരുന്നത്. എന്തായാലും അടിച്ചിട്ട കാര്യമുള്ളൂ. അടിച്ച് ഞാൻ വിചാരിച്ചു ഞാൻ ചാവുമെന്ന് കേസ്. അമ്മാതിരി അതിൻ്റെ നമ്മുടെ ഗ്രോസ എക്സ് എന്ന് വെച്ചാൽ ലെവലെന്ന് വെച്ചാൽ സീൻ ലെവൽ കിട്ടി. 2 കില്ലാന്ന് എനിക്ക് 5 കില്ലായി കേസ്. അങ്ങനെ അടിപൊളി ഗെയിം പ്ലേ ആയിരുന്നു. പിന്നെ നേരെ അടുത്ത് നമ്മൾ ഡെസേർട്ട് ഈഗിൾ എടുത്തു, ഗ്രോസ് എടുത്തു, MP40 എടുത്തു. MP40 അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഗണ്ണും എടുത്ത് സെറ്റായി അടിപൊളിയായി കേസ്. എന്തായാലും ചാനൽ ലൈക്ക് അടിക്കുക, ഈ കളിക്ക് വേണ്ടി ലൈക്ക് അടിക്കുക കേസ്. ഓക്കെ, നേരെ അടുത്ത കളിയിലേക്ക് പോവാണ് കേസ് നമ്മളൊക്കെ. വീണ്ടും നമ്മൾ നേരത്തെ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ റഷ് ചെയ്ത് കയറാമെന്ന് വിചാരിച്ച് റഷ് ചെയ്ത് കയറി എല്ലാവരും തലമുണ്ട അടിച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. ഇത്തവണ അത്ര ഹെഡ് കയറിയില്ല കേസ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് അവിടെ നിന്ന് ഈ ഗ്ലൂ വാൾ ഇട്ടപ്പോഴേ തോന്നി അവിടെ ആരെങ്കിലും കാണുമെന്ന്. എന്തായാലും ക്ലിച്ചടിച്ച് അവൻ എന്തായാലും നോക്കാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ നമ്മളെ കൂട്ടുകാരനെ അടിക്കണം. എന്തായാലും പവറായിട്ട് അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച് നേരെ കയറി ചെന്ന് അടിച്ച് നമ്മളെ ടീമേജിനെ പൊക്കി വിട്ട് കേസ്. എന്തായാലും സീനില്ല, നന്മയുള്ള ലോകം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ലേഗ് ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേസ്. ഓക്കെ, പിന്നെ 2 കില്ല് ഞാനല്ല എടുത്തത്, നമ്മളെ ടീമേറ്റാണ്. എന്തായാലും ഒരു 7 കില്ല്, ഞാനിതിൽ 7 കില്ലെടുത്ത് ജയിച്ചിട്ടുണ്ടായിരുന്നു കേസ്. എൻ്റെ മോന് 1 കില്ല് കിടന്നതാണ്. എങ്ങനെ ഇത് എടുത്ത ഒരു പിടിയില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും ഇതിൽ ബുയടിച്ച് നമ്മൾ തന്നെ ജയിച്ചിട്ടുണ്ട് കേസ്. പിന്നല്ല, ഒന്നാമത് CS റാങ്ക്ഡാണ് കേസ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അങ്ങനെ കളിക്കുന്നത്. റാങ്ക് പോയാൽ പിന്നെ തീർന്നല്ലോ. ഞാനിവിടെ പ്ലാറ്റ്യൂം 4 എത്തിയിട്ടുണ്ട്. ഓക്കെ,
4 എത്തി 7 കില്ലടിച്ച് ആ കളി അങ്ങനെ ജയിച്ച് ക്ലെയിം ചെയ്ത് എന്തായാലും അടിപൊളി ഗെയിം പ്ലേ ആയിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗെയിം പ്ലേ കൂടിയാണ്. സോ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. എന്തായാലും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഗെയിം കളിച്ചപ്പോൾ. ഗെയിമല്ല, വാസ്തവത്തിൽ ഫ്രീ ഫയർ കളിച്ചപ്പോൾ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തായാലും നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ എന്നൊന്നും ചിലപ്പോൾ വീഡിയോ ഇടില്ല, അത് ലോങ് വീഡിയോ ആയിരിക്കും ഗൈസ്. എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതിന് വേണ്ടി. ഓക്കെ, സോ ഇനി പറയാനുള്ളത് നമ്മളെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഫ്രീ ഫയർ ക്ലാഷ് കോഡായിരിക്കും ഞാൻ കൂടുതലും കളിക്കുന്നത്. ഇങ്ങനെ ലാഗ് അടുപ്പിക്കില്ല. ഞാൻ പിന്നെ എല്ലാം കിട്ടിയതെല്ലാം ക്ലൈം ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കിയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.